വീണ്ടും പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഇറാൻ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇസ്ലാമാബാദിൽ വരെ എത്തിയ ഇറാൻ സംഘം അമേരിക്കയെ ഇളിഭ്യരാക്കി നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കിയത് അമേരിക്കയെ നാണം കെടുത്തി എന്ന് മാത്രമല്ല, അവരാണ് പ്രശ്നക്കാർ എന്ന് ലോകത്തോട് വിളിച്ചു പറയാനും ഇറാന് സാധിച്ചു. എന്നാൽ ചർച്ച പൊളിഞ്ഞാൽ അറ്റാക്ക് എന്ന സൂചന നൽകുകയാണ് അമേരിക്ക. ഇതിന് മറുപടിയായി ഇറാനും ശക്തമായ സമ്മർദ്ദം തന്നെ പ്രയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി ആക്രമണമുണ്ടായാൽ അത് അറബ് രാഷ്ട്രങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഏത് വിധേനയും അമേരിക്കക്കും ഇറാനും ഇടയിൽ ഒരു യുദ്ധ സങ്കീർണത ഒഴിവാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ. അമേരിക്കൻ മേധാവിത്വത്തെ വകവെക്കാത്ത ഇറാന്റെ നിലപാടുകൾ കൂടുതൽ രാജ്യങ്ങൾക്ക് പുതിയ കീഴ്വഴക്കങ്ങൾക്ക് കാരണമാക്കിക്കൊണ്ടുള്ള പുതിയൊരു ട്രെൻഡ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെയും അമേരിക്ക വലിയ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ശക്തമായ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകും എന്നുറപ്പുണ്ട്. എന്നാൽ മുൻകാലങ്ങളിലേക്കുന്നതുപോലെ അമേരിക്കക്ക് ഈ യുദ്ധത്തിൽ മേധാവിത്വം നേടാനോ ആക്രമിക്കപ്പെട്ട രാഷ്ട്രത്തെ സമ്മർദ്ദത്തിലാക്കാനോ കഴിയുന്നില്ല എന്നതാണ് ഇറാന് മുൻപിൽ അമേരിക്കയുടെ ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നത്. ഇതും ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്തായിരിക്കും ഇതിന് കാരണം? മുൻകാലങ്ങളിലെ എല്ലാ യുദ്ധങ്ങളിലും അമേരിക്കക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം സംഘർഷം വർദ്ധിപ്പിക്കുവാനും സമ്മർദ്ദം വർദ്ധിപ്പിക്കുവാനും ഒക്കെയുള്ളൊരു കഴിവാണ്. എബിലിറ്റി ടു എസ്കലേറ്റ് എന്നതാണ് നേരത്തെ അമേരിക്കക്കുണ്ടായിരുന്നത്. എതിരാളികൾക്ക് അതിന് കഴിയാത്തതിനാൽ അവർ ഒന്നുകിൽ കീഴടങ്ങാനോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ ഒക്കെ നിർബന്ധിതമാകുമായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഉക്രൈൻ്റെ സെലൻസ്കിയോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക ആവശ്യപ്പെടുന്നു. സെലൻസ്കി യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ റഷ്യയുമായി ഉക്രൈൻ തകർന്നടിയുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ അമേരിക്കയുടെ മുൻപിൽ ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നു. അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത്. അമേരിക്ക പിന്നീട് സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് തങ്ങൾ നൽകിയ ആയുധത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. പൊതുവെ യുദ്ധത്തിൽ എല്ലാം നശിച്ചു കിടക്കുന്ന ഉക്രൈന് പണം നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ പുതിയ ഡിമാൻഡുകൾ വരുന്നു. ഇതാ നിങ്ങളുടെ ഇന്ന സ്ഥലങ്ങൾ, ധാതു ലവണങ്ങൾ കൊണ്ട് സമ്പന്നമായ രാഷ്ട്രമാണ് ഉക്രൈൻ, ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ഉക്രൈനോട് ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഉക്രൈൻ്റെ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിൻ്റെയും ജെ ഡി വാൻസിൻ്റെയും മുമ്പിലിരുന്ന് ഉരിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല. പിന്നീട് സമ്മത പേപ്പറുമായിട്ടാണ് വൈറ്റ് ഹൗസിലേക്ക് അദ്ദേഹം കയറിയെത്തുന്നത്. അതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ശൈലി, ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഉക്രൈനോട് ഏഷ്യ പോലെ അല്ലെങ്കിൽ ഉക്രൈനോട് പറഞ്ഞതുപോലെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേലെ സമ്മർദ്ദം ചെലുത്തുന്നത് പോലെ ഇറാന് മുൻപിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇവരൊരു മേശക്ക് മുൻപിലേക്ക് എത്തിക്കിട്ടണം. അതിന് ഇറാൻ സന്നദ്ധമാകുന്നുമില്ല. ഇവിടെയാണ് സംഘർഷം വർദ്ധിപ്പിക്കുവാനുള്ള ശേഷി ഇറാൻ കൈവരിക്കുന്നത്. സാധാരണഗതിയിൽ അമേരിക്ക അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം പൂർത്തീകരിച്ച് റെജിം ചേഞ്ച് നടത്തി പോകുമെന്നൊക്കെയായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. ലോകവും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇവിടേക്ക് കാല് കുത്തിയാൽ അത് തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന ഇറാന്റെ വാക്ക് അവർ വെറുതെ പറഞ്ഞതായിരുന്നില്ല എന്ന് നമ്മൾക്ക് കൂടെ ബോധ്യമാവുകയാണ്. ഇറാൻ ഈ യുദ്ധം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പെട്ടെന്ന് അവസാനിപ്പിച്ച് പെട്ടെന്ന് പോകണമെന്ന് വിചാരിക്കുമ്പോൾ അമേരിക്കയുടെ എല്ലാ ടാങ്കറുകളും പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നു. അമേരിക്കയുടെ 10ഓളം യുദ്ധ കപ്പലുകൾ, അതിനെ അകമ്പടി സേവിക്കുന്ന വെസലുകൾ എല്ലാം ഇവിടെ എത്തുന്നു. അമേരിക്കയുടെ ചോപ്പറുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അറ്റാക്കിംഗ് ഫൈറ്ററുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. കൂട്ടത്തോടെ എല്ലാം ഇവിടേക്ക് വരെ എല്ലാം ഇറാൻ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. ഇനി ഇറാൻ ആഗ്രഹിക്കുന്നത് കരയാക്രമണത്തിന് കൂടി അമേരിക്കയെ പ്രലോഭിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇറാനകത്തേക്ക് ഒരു കരയാക്രമണത്തിന് അമേരിക്കയെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൂടി അമേരിക്ക അതിനുകൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങളെത്തും. ഇതാണ് ഈ സംഘർഷം വ്യാപിപ്പിക്കുവാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചു. ഇതോടെ മേഖലയിൽ അധികാരം സ്ഥാപിക്കുവാനുള്ള അമേരിക്കൻ പദ്ധതികളൊക്കെ പാളിപ്പോവുകയാണ്. ഇവിടെ അമേരിക്കയാണ് സമ്മർദ്ദത്തിലായിരിക്കുന്നത്. ഇറാൻ അമേരിക്കൻ സഖ്യകക്ഷികളായ അറബ് രാഷ്ട്രങ്ങളെ ലക്ഷ്യം വെച്ചതോടെ യുദ്ധം തങ്ങളിൽ ഒതുങ്ങില്ല എന്ന സൂചന അമേരിക്കൻ സഖ്യകക്ഷികളെ ഭീതിയിലാക്കി. അവർക്ക് അമേരിക്കക്ക് മേൽ സമ്മർദ്ദവുമായി രംഗത്ത് വരേണ്ടി വന്നത് പുതിയൊരു ഗതിവിധി ഈ യുദ്ധത്തിനകത്തുണ്ടായി. ലോകത്തിൻ്റെ സാമ്പത്തിക ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുവാനുള്ള ഇറാന്റെ ശേഷിയാണ് അതിൽ മറ്റൊരു കാര്യം. ഇറാനെ ഉപരോധത്തിലാക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥക്കും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും വലിയ തിരിച്ചടിയാകും എന്ന്
ലോകം വിലയിരുത്തി. അത് ഇറാൻ ഉറപ്പാക്കി. ട്രൂ പ്രോമിസ് 4 എന്ന ഓപ്പറേഷനിലൂടെ ഇസ്രായേലിന് നേരെ ദിനം പ്രതി 100 കണക്കിന് മിസൈലുകൾ തൊടുത്തുവിടുവാനുള്ള ഇറാന്റെ കരുത്തും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം അത്യന്തം അപകടകരവും ചിലവേറിയതുമാണെന്ന് ഇത് തെളിയിക്കുന്നതാണ്. ഇറാന്റെ എണ്ണ വ്യാപാരവും ചരക്കു നീക്കവും തടയുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയെങ്കിലും റഷ്യയും ചൈനയുമായുള്ള കരമാർഗമുള്ള വ്യാപാര ബന്ധങ്ങളിലൂടെ ഇതിന് ഇറാൻ പകരം കണ്ടെത്തുന്നത് കൂടി നമ്മൾ ഇതിനിടെ കണ്ടു. അമേരിക്കൻ ഉപരോധം ഇറാനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥക്കാണെന്ന് വരുത്തി തീർക്കാൻ ഇതിലൂടെ ഇറാന് കഴിഞ്ഞു. യുദ്ധമായാലും ചർച്ചയായാലും സമയം നീട്ടിക്കൊണ്ടുപോകുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇത് ആക്രമണകാരികളായ അമേരിക്കയുടെയും സയനിസ്റ്റുകളുടെയും ആവേശം കുറക്കുക മാത്രമല്ല, യുദ്ധത്തിൻ്റെ ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സമയം ഉപയോഗിച്ച് റഷ്യയുമായും ചൈനയുമായും ഒക്കെ ആണവ സൈനിക മേഖലകളിലടക്കം വ്യാപാര മേഖലകളിലടക്കം ഇറാൻ കൂടുതൽ ബന്ധം ശക്തമാക്കുകയും കൂടുതൽ ശക്തമായ പ്രതിരോധ ആയുധങ്ങൾ ഇറാനിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു ഭാഗത്ത് അമേരിക്ക അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു, ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ 20ഓളം കാർഗോ വിമാനങ്ങൾ അമേരിക്കയുടേത് വന്ന് നിൽക്കുകയാണ്. ഇത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കാനുള്ള ചിലവുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ സൈനികർക്കുണ്ടാകുന്ന മാനസിക സംഘർഷമുണ്ട്. അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത് അവരിങ്ങനെ എന്ന് യുദ്ധം എന്ന് വിചാരിക്കുമ്പോൾ ഇറാൻ നിശ്ചയിച്ച ഒരു ദിവസത്തിലേക്ക് ഇറാൻ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇറാൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇവിടെ കരുതുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുവാനുള്ള അമേരിക്കയുടെ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇത് നഷ്ടപ്പെട്ടു എന്നതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഇനി നടക്കാൻ പോകുന്ന ഒരു ചർച്ചയിലും പഴയതുപോലെ സ്വന്തം നിബന്ധനകൾ അമേരിക്കക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ഇറാന് മേൽ കഴിയില്ല. ട്രംപ് തന്റെ ആദ്യഘട്ട പോരാട്ടത്തിൽ ഇവിടെ പരാജയപ്പെടും. ഇനിയുള്ള ഏത് നീക്കവും അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും വലിയ ആഘാതം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് കരുതുക, ഒറ്റയടിക്ക് ഇറാനെ മാത്രം ആക്രമിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാകില്ല. ഇനി ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും. നിലവിൽ ഇസ്രയേലിനകത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കുറവാണ്. അതിന് കാരണം ശക്തമായ മാധ്യമ വിലക്കുകളാണ്. അല്ലെങ്കിൽ അവിടെ വീഡിയോകൾ ചിത്രീകരിക്കാൻ പാടില്ല, ആളുകളുടെ പരിക്ക് പറ്റിയത് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ഒഫീഷ്യൽ രീതിയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ പാടില്ല, മാധ്യമങ്ങൾക്ക് വലിയ സെൻസറിങ് ഉണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തനിക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താനാണ് ഇറാൻ ഇപ്പോൾ ചർച്ചകൾക്ക് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ട്രംപ് പ്രസ്താവന ഇറക്കുകയാണ്. എല്ലാ ദിവസവും ട്രംപിന്റെ പ്രസ്താവന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നാളെ ഇറാൻ വരും എന്ന് പറഞ്ഞ ദിവസമാണ് ഇസ്ലാമാബാദിൽ രണ്ടാമത്തെ ചർച്ചയ്ക്ക് വേണ്ടി അറാച്ചിയും സംഘവും വിമാനം കയറി ഇസ്ലാമാബാദിൽ എത്തുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത്, ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇവർ വന്നിരിക്കുന്നു. എന്നാൽ അവർ വന്നതോ പാകിസ്ഥാനെ കാണാനാണ്. അതിനുശേഷം അവർ പോയതോ അവർ ഒമാനെ കാണാനാണ്. ഇനി അവർ പോവാനിരിക്കുന്നതോ അത് സാക്ഷാൽ പുട്ടിനെ കാണാനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ വാക്കുകൾക്കൊരു വിലയുമില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ഇറാനെ വരുതിയിൽ നിർത്താൻ ഹോർമുസിൽ അമേരിക്കൻ കപ്പലുകൾ ഉപരോധം തീർത്തിരിക്കുകയാണ്. ഇറാന്റെ കള്ളക്കപ്പലുകളെ അടക്കം തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒരുപാട് കാലം ഇറാനിലേക്ക് കപ്പലുകളെ തടഞ്ഞു വെച്ചാൽ ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിയുമെന്നും അവർ സ്വമേധയാ തകരുമെന്നുമാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. എന്നാൽ നിരന്തരം അമേരിക്കയെ വെല്ലുവിളിച്ച് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇറാന്റെ ശ്രമം. ഇതിനായി ചർച്ചകളിൽ അമേരിക്കയെ അവഗണിക്കുന്ന ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ ഹോർമുസിലെയും ചെങ്കടലിലെയും അണ്ടർസീ കേബിളുകൾ തകരാറിലാക്കുമെന്ന മുന്നറിയിപ്പുകളും നൽകി കഴിഞ്ഞു. ഇത് ഗൾഫ് യൂറോപ്പ് ബന്ധങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ സംഭവിച്ചാൽ എസ്കലേഷൻ ഡോമിനൻസ് അത് എത്രത്തോളം ഭീകരമാണ് എന്ന് ലോകത്തിന് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഹോർമുസിന് ബദൽപാത പണിഞ്ഞ് ഇറാനെ സ്തബ്ധനാക്കാനുള്ള അറബ് രാഷ്ട്രങ്ങളുടെ നീക്കത്തെ ഇറാൻ നേരിടുന്നത് ഇങ്ങനെയാണ്. മറ്റു നീക്കങ്ങളിൽ ഇറാനെ തകർക്കാം എന്ന് കണക്ക് കൂട്ടുന്ന ഗൾഫ് രാജ്യങ്ങൾ ഈ നീക്കത്തെ ഭീതിയോടെ അല്ലാതെ നോക്കിക്കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല.
ഇറാൻ ഇത്തരമൊരു നീക്കത്തിന് മുതിരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് സാമ്പത്തിക ബന്ധങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അണ്ടർസീ കേബിളുകൾ ഭൂമിശാസ്ത്രപരമായി ഇറാന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. ഇറാന്റെ കൈവശമുള്ള മിസൈലും റോക്കറ്റുകളൊന്നുമല്ല, അതിനേക്കാൾ വലിയ ആയുധമാണിത്. ലോകത്തെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് പേർഷ്യൻ കടലിലൂടെയും ചെങ്കടലിലൂടെയും ഒക്കെയാണ്. നേരിട്ടുള്ളൊരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ കേബിളുകൾ വിച്ഛേദിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമസ് കടലിടുക്കിൽ വെച്ച് ഇത് എളുപ്പത്തിൽ സാധ്യവുമാണ്. കാരണം അവിടെ ഇറാന്റെ മേധാവിത്വമായതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഇത് കേവലം സൈനിക നീക്കമല്ല, മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു ഡിജിറ്റൽ ഉപരോധമാണ്. അഥവാ അമേരിക്ക ഒരു ബ്ലോക്കേഡ് പറയുമ്പോൾ ഇതൊരു ഡിജിറ്റൽ ബ്ലോക്കേഡ് ആക്കി ഇതിന് ഒരു മറുപണി ഇറാൻ കരുതി വെക്കുകയാണ്. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന SMWS CME-V5 എന്ന് പറയുന്ന AAE-1 എന്ന് പറയുന്ന ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് 1 എന്ന് പറയുന്ന ഈ ഭീമൻ കേബിളുകൾ ഈ മേഖലകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഈ കേബിളുകൾ മുറിക്കപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങളിലെയും യൂറോപ്പിലെയും ബാങ്കിങ് സർവീസുകൾ, സ്റ്റോക്ക് മാർക്കറ്റുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. ഇത് അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ മുന്നിലുള്ള പ്രതിരോധം കേവലം മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കടലിനടിയിലുള്ള ഈ കേബിളുകളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഒരു വെടി പോലും ഉതിർക്കാതെ ലണ്ടനിലെയും വാഷിംഗ്ടണിലെയും സാമ്പത്തിക ഇടപാടുകളെ സ്തംഭിപ്പിക്കാൻ ഇറാന് സാധിക്കും. മിസൈലുകളെ തടയാൻ അയൺ ഡോമുകൾ ഉണ്ടായേക്കാം, എന്നാൽ കടലിനടിയിലെ ഈ ഇന്റർനെറ്റ് ബന്ധങ്ങളെ സംരക്ഷിക്കുക എന്നത് അമേരിക്കക്ക് അസാധ്യമായൊരു കാര്യമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.